ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് MI ഫോണുകളിൽ എങ്ങനെ ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. ഫോൺ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾ താഴോട്ട് പോകും. അവിടെ നിങ്ങൾക്ക് എബൌട്ട് ഫോൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും അവിടെ നിങ്ങൾക്ക് MIUI വേർഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. MIUI വേർഷൻ അതിൽ നിങ്ങൾ അടുപ്പിച്ച് ഒരു 7-8 പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ ബാക്കിൽ പോവുക. ബാക്കിൽ പോയതിനു ശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്യുക. സെറ്റിംഗ്സിൽ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്കും അവിടെ അഡീഷണൽ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ താഴോട്ട് പോകുമ്പോഴത്തേക്കും അവിടെ ഡെവലപ്പർ ഓപ്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ എനേബിൾ ആയിരിക്കുന്നത് കാണാൻ സാധിക്കും. ആ ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഡെവലപ്പർ ഓപ്ഷൻ ഓഫ് ആണെങ്കിൽ നിങ്ങൾ ഓൺ ചെയ്യുക. ഓൺ ചെയ്ത ശേഷം ചിലപ്പോൾ ഓൺ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ സ്ക്രീൻ പാസ്വേഡ് ചോദിക്കും, ഫോണിൻ്റെ പാസ്വേഡ് ചോദിക്കും. പാസ്വേഡ് കൊടുത്ത് ചിലപ്പോൾ ഓൺ ചെയ്യേണ്ടതായിട്ട് വരും. ബാക്കി കാര്യങ്ങളെല്ലാം ഓരോന്നായിട്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഓരോ ഡെവലപ്പർ ആയതിനു ശേഷം ഈ ഒരു ഡെവലപ്പർ ഓപ്ഷൻ ഓൺ ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ഫോണിൽ കൂടുതൽ അഡ്വാൻസ് പരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോസുകൾ ഓരോന്നിൻ്റെയും കുറിച്ച് ഞാൻ ഇട്ടുതരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരുപാട് പേർ അതുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടിരിക്കുന്നു MI ഫോണുകളിൽ ഡെവലപ്പർ ഓപ്ഷൻ എങ്ങനെ എനേബിൾ ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ച്. ഓക്കെ, പല ഫോണുകളിലും പല രീതിയിലാണ് ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ ചെയ്യേണ്ടത്. സാംസങ് ഇതേപോലെയല്ല. അപ്പോൾ ഓർക്കുക, ഇതേപോലെയാണ് MI ഫോണുകൾ, റെഡ്മി ഫോണ് അങ്ങനെ തുടങ്ങിയ ഫോണുകൾക്കൊക്കെ ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ ചെയ്യേണ്ടത്. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ കൂടുതൽ ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോസുകൾ, മൊബൈൽ സംബന്ധമായിട്ടുള്ള വീഡിയോസിൽ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.